നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ജിൻഡോയും സായിയും സിജോയും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇവരെ മൂന്നുപേരും തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ബിഗ് ബോസിലൂടെ തന്നെയാണ്. ബിഗ് ബോസിലെ മത്സരാർത്ഥികളായിരുന്നു ജിൻഡോയും സിജോയും സായിയും. ജിൻഡോ പണപ്പെട്ടി ടാസ്കിൽ സായി പണപ്പെട്ടി ടാസ്കിൽ വിജയിച്ചുകൊണ്ട് പണപ്പെട്ടി എടുത്തോട്ട് പുറത്തോട്ട് പോവുകയും സിജോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഔട്ടാവുകയാണ് ചെയ്തത്. ജിൻഡോയായിരുന്നു ബിഗ് ബോസ് സീസൺ 6 കപ്പടിച്ചത് ജിൻഡോയായിരുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു. ബിഗ് ബോസിലും നല്ല എന്താ പറയുക, നല്ല ഒരു മത്സരം തന്നെയാണ് ഇവർ മൂന്നുപേരും കാഴ്ചവെച്ചത്. ആ സമയത്ത് ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളും ഉള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് ജിൻഡോയും സായിയും സിജോയും തമ്മിലുള്ള പോരാട്ടം, അതായത് പോരാട്ടമല്ല, ചെറിയ ചെറിയ പോര് തുടങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ഒക്കെ ആയിട്ട് ഇവർ മൂന്നുപേരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ മൂന്നുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലുകളാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പിടിയിലായ സ്ത്രീയുമായിട്ട് സൗഹൃദമുണ്ടെന്ന് പുറത്തു വന്നതിന് ശേഷമാണ് വ്യക്തി ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. അന്നത് ജിൻഡോ നിഷേധിച്ചുവെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് സഹായിച്ചുവെന്നും അല്ലാതെ മറ്റൊരു ഇടപാടുകളും ആ ഒരു സ്ത്രീയുമായിട്ട് എനിക്കില്ലായിരുന്നു എന്നും ജിൻഡോ പ്രതികരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ബിഗ് ബോസ് ഷോയിൽ ജിൻഡോയ്ക്കൊപ്പം മത്സരിച്ചിരുന്ന സായിയും സിജോയും ഒക്കെ വ്യക്തമായ തെളിവുകൾ സഹിതം ജിൻഡോയുടെ ചില പ്രവൃത്തികളെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു തർക്കം തുടങ്ങിയത്. ജിൻഡോയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സായി പറഞ്ഞത്, ജിൻഡോ ഫാൻസിന് ഇപ്പോഴും ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ്. ജിൻഡോയുടെ ആ ഒരു സ്വഭാവം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായി വ്യക്തമാകുമെന്നാണ് സായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വാ തുറന്നാൽ ജിൻഡോ നുണ മാത്രമേ പറയത്തുള്ളൂ. ഇന്ന് വരെയും ജിൻഡോ സത്യമൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകളെ സമീപിക്കുന്നതിന് ഇവനൊരു രീതിയുണ്ട്. ശരീരഭാരം കുറച്ച് തരാം, ചില പ്രശസ്ത നടിമാരെ പോലെ ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. വായെടുത്താൽ നുണ മാത്രമേ പറയൂ. സ്വന്തം അമ്മയ്ക്ക് ബിഗ് ബോസിനകത്ത് നിന്ന് ലെറ്റർ എഴുതിയ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ബിഗ് ബോസ് ഷോ നടന്നിരുന്ന സമയത്ത്. ആ സമയത്ത് എങ്ങനെയുണ്ടടാ, ഇമോഷണൽ ആകുമോ, അമ്മ കരയുമോ, അമ്മയോട് സ്നേഹമില്ലേ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ജിൻഡോ നൽകിയ മറുപടി ഇത്രയേ ഉള്ളൂ, നാട്ടുകാരെല്ലാം കണ്ടാൽ മതി എന്നാണ്. ആ സമയത്തും സായി ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞത് അതല്ല, നാട്ടുകാരെല്ലാം കണ്ടാൽ മതി എന്ന് മാത്രമാണ് ജിൻഡോ പറഞ്ഞത്. തടി കുറച്ച് തരാം, മോഡലാക്കി തരാം, റാംബാക്കിൽ ഇറക്കാം, സിനിമ, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാണ് ഓരോ പെൺകുട്ടികളെയും ജിൻഡോ സമീപിക്കുന്നത്. അതിനുവേണ്ടി ഫ്ലാറ്റിലേക്കും റൂമിലേക്കും വിളിച്ചു വരുത്തും. ഇപ്പോൾ ബിഗ് ബോസിൽ കയറ്റാമെന്ന് കൂടി പറയും. എങ്ങാനും ഏതെങ്കിലും കുട്ടി ഇവൻ്റെ വാക്ക് കേട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറും. അത് ആ പെൺകുട്ടി പുറത്തു പറയുമെന്ന ഘട്ടമായാൽ അപ്പോൾ ഇവൻ പ്ലേറ്റ് മറിക്കും. ആദ്യം ഭീഷണിപ്പെടുത്തും. അത് നടന്നില്ലെങ്കിൽ ഇവൻ്റെ റൂമിൽ നിന്ന് സാധനങ്ങൾ കാണാതെ പോയി, പെൺകുട്ടി മോഷ്ടിക്കാൻ വന്നതാണ് എന്നൊക്കെ കഥ പറയും. കഥയുണ്ടാക്കി പറയാൻ ഇവൻ ബെസ്റ്റാണ്. കഥ പറച്ചിലിൻ്റെ ഭാഗമായാണ് എന്നെയും സിജോയെയും കുറിച്ച് അടുത്തിടെ ഇവൻ ചിലത് പറഞ്ഞുണ്ടാക്കിയത്. ഇവനുണ്ടാക്കിയത് കഥ കേൾക്കുമ്പോൾ ഇവനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടി ഇല്ലാതാകും. നാളെ ഇവൻ ഞങ്ങളെക്കുറിച്ച് എന്ത് കഥയും പറയും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂടെയുള്ള ആര് വൃത്തികേട് കാണിച്ചാലും അത് വൃത്തികേടാണെന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറയും. ജിൻഡോയാണ് ബിഗ് ബോസ് വിന്നറാണ്, ബിഗ് ബോസിലൊപ്പം ഉണ്ടായിരുന്നു എന്നൊന്നും വിചാരിച്ച് മിണ്ടാതിരിക്കുന്നയാളല്ല ഞങ്ങൾ. ബിഗ് ബോസ് വിന്നർക്ക് മത്സരാർത്ഥികളെ ഷോയിൽ പ്രവേശിപ്പിക്കാൻ കോട്ടയൊന്നുമില്ല. അതുകൊണ്ട് ജിൻഡോ പറയുന്നത് കേട്ട് പൈസ കൊടുക്കരുത്. ജിൻഡോയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പല പെൺകുട്ടികളും പുറത്തു പറയാത്തത് അവരുടെ ഇമേജ് ടാർണിഷ് ആകുമെന്ന് കരുതിയിട്ടാണ്. ജിൻഡോയുടെ സ്വഭാവം ഫിറ്റ്നസ് മേഖലയിലുള്ളവർക്കും ക്രിക്കറ്റിലുള്ളവർക്കും
സിനിമയിലും സീരിയലിലും ഉള്ളവർക്കും എല്ലാം അറിയാം. ജിൻഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി. സായി ഇതിനെതിരെ നിരവധി തെളിവുകളുണ്ടെന്നാണ് സായിയും പറയുന്നത്. മാത്രമല്ല, സായി ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ സായി മാത്രമല്ല ജിൻഡോയ്ക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി ഉന്നയിച്ചെത്തിയത് സിജോയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സിജോ പറഞ്ഞത് ജിൻഡോയുടെ പേരിൽ വിവാദമുണ്ടായപ്പോൾ പ്രതികരിച്ച് എത്തിയവരിൽ ബിഗ് ബോസ് താരമായിരുന്ന സിജോയും മുന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. സിജോ പറഞ്ഞതും സായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജിൻഡോയുടെ സ്വഭാവം തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്നും അതിനാൽ കേസിൽ പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടൽ തോന്നിയിട്ടില്ല എന്നും സിജോ പറഞ്ഞു. മാത്രമല്ല, ജിൻഡോ ഇങ്ങനെയാണ്, പണ്ട് മുതലേ ജിൻഡോയുടെ സ്വഭാവം ശരിയല്ല എന്നുകൂടി സായി പറയുന്നുണ്ട്. സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം മോശമാണെന്നും സിജോ പറയുന്നുണ്ട്. എന്നാൽ സിജോ നടത്തിയ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ ജിൻഡോ പ്രതികരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. സിജോയെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് സിജോയുടെ കുടുംബം തകർക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. 15-20 ലക്ഷം രൂപ കൊടുത്ത് PR-നെ വെച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസ് ജയിച്ചത് എന്നാണ് സിജോ പറഞ്ഞത്. അവൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. ആ സമയത്ത് എനിക്കൊപ്പം ചാനലുകാരും എനിക്കൊപ്പം ഉണ്ടായിരിക്കും. അപ്പം ആ ചാനലുകാർക്കും എൻ്റെയും മുന്നിൽ വെച്ചിട്ട് തന്നെ സിജോ പറഞ്ഞ ആ തെളിവുകൾ എല്ലാവരുടെയും മുന്നിൽ കാണിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കുമെന്നും ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട്. കൂടാതെ ഒരാൾക്ക് ഞാൻ PR വർക്ക് കൊടുത്തിരുന്നു, അത് ജിൻഡോ പറഞ്ഞു. അത് കൂടാതെ വേറൊരു PR കൂടി ഉണ്ടായിരുന്നു. അത്രയും ഓർത്താൽ മതി. എൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇവരൊക്കെ വിശ്വസിപ്പിച്ചേൽപ്പിച്ച ആൾക്കാരായിരുന്നു എൻ്റെ PR. അവർ ചിന്തിക്കാത്ത ലെവലിലേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അവർ PR-നെ കാശ് കൊടുത്ത്, പക്ഷെ PR വർക്ക് ചെയ്തതോ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരു പെൺകുട്ടി എനിക്കെതിരെ പെണ്ണുപിടിക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു കാര്യത്തെക്കുറിച്ചും ജിൻഡോ പറയുന്നുണ്ട്. മുമ്പ് നടന്ന സംഭവമാണ്. ജിൻഡോയ്ക്കെതിരെ ഇതേപോലെ ഒരു പെൺകുട്ടി കേസ് കൊടുക്കുകയും അത് വലിയൊരു വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെൺകുട്ടിക്ക് ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് ഷേക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരുപാട് കാശ് കൊടുത്ത് സഹായിച്ചു. എന്നോട് കുറേ സഹായത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കുറേ കാശ് കൊടുത്തിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ ഭർത്താവില്ലാത്ത സമയത്ത് ഞാൻ ചെന്നു, അടിച്ചു, കയറി പിടിച്ചു എന്നൊക്കെയാണ് അതിനുശേഷം ആ പെൺകുട്ടി എനിക്കെതിരെ കേസ് കൊടുത്തത്. അവർ പിന്നീട് കോംപ്രമൈസിനൊക്കെ ആയിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നു കൊടുത്തില്ല. വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചത്. ജാമ്യത്തിന് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കേസായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം. എന്തായാലും കുളിച്ചു, ഇനി എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ജിൻഡോ. പിന്നെ മണ്ടൻ ശരിക്കും സിജോയാണെന്നും ജിൻഡോ എടുത്തു പറയുന്നുണ്ട്. ജിൻഡോയെ ആരും ബാച്ചിലർ പാർട്ടിക്ക് വിളിക്കാറില്ലെന്ന് സിജോ പറഞ്ഞതും ഞാൻ കേട്ടിരുന്നു. പക്ഷേ സിജോ പറഞ്ഞതെല്ലാം കള്ളമാണ്. അങ്ങനെയൊന്നും അല്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ തെളിവുകൾ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കത്തില്ല, കുറച്ച് തിരക്കാണ് എന്ന് മാത്രമേ ഞാൻ സിജോയോട് പറഞ്ഞുള്ളൂ. പിന്നെ ഇതിനെല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അവൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അപ്സര പിറന്നാളിനും എന്നെ വിളിച്ചിരുന്നു. പിന്നെ മുടിയൻ്റെ അവൻ്റെ പരിപാടികൾക്കും വേണ്ടിയിട്ടും എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് തിരക്ക് ഒരുപാടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോവാത്തത്. സിജോ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവൻ്റെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. ആ ബന്ധം ഡിവോഴ്സിൽ എത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തത്. അവനെക്കുറിച്ച് അവൻ്റെ രഹസ്യങ്ങളും അവനെക്കുറിച്ചുള്ള തെളിവുകളും ഞാൻ ആരോടും കാണിക്കാത്തതും അവൻ്റെ ജീവിതം തകർക്കാതിരിക്കാനായിട്ടാണ്. പിന്നെ അവൻ കയറി ഇറങ്ങിയിട്ടുള്ള ഹോട്ടലുകളുടെ വിവരങ്ങൾ അടക്കം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തിനാണ് ഒരാളുടെ കുടുംബം തകർക്കുന്നത് എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ബിഗ് ബോസിന് മുൻപും അത് വിവരങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴക്കാർ പിന്നെ അവരെ പിടിച്ച് കെട്ടിയിടാൻ പോയതാണ്. അന്ന് ആലപ്പുഴയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്ന് അവനെ പിടിച്ച് കെട്ടിയിടാൻ വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ ഞാനാണ് തടഞ്ഞത്. ഫാമിലി ഉണ്ട്, വിട്ടേക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ ജിൻഡോയാണ് ഈ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതെന്നും ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ ഇതിവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇങ്ങനെ ആദ്യം ജിൻഡോ കേസിൽ പെട്ടതിന് ശേഷം സായിയും സിജോയും വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു. പിന്നെ സിജോ പറഞ്ഞതിനെതിരെ ജിൻഡോ ചില വെളിപ്പെടുത്തലുകൾ നടത്തി.
പക്ഷേ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ തന്നെ നിശ്ചയമായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇപ്പോൾ ജിൻഡോയ്ക്കുള്ള മറുപടിയായിട്ട് സിജോ എത്തിയതും കുറച്ച് വൈറലായി മാറിയിട്ടുണ്ട്. സിജോ പറഞ്ഞത്, ജിൻഡോ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അതിനുള്ള മറുപടിയായിട്ടാണ് സിജോ സംസാരിച്ചത്. തന്നെയും ഭാര്യയെയും കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ ജിൻഡോയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുകയാണെന്നാണ് സിജോ പറയുന്നത്. സിജോയുടെ സ്വഭാവം വളരെ മോശമാണെന്നും ആലപ്പുഴയിലെ ഹോട്ടലിൽ വെച്ചിട്ട് സിജോ നാട്ടുകാർ പിടികൂടി എന്നും എല്ലാം കഴിഞ്ഞ ദിവസം ജിൻഡോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം എതിരെയാണ് സിജോ കേസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ജിൻഡോയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകളും സിജോ നടത്തിയിരുന്നു. പെൺകുട്ടികളുടെ നമ്പർ വാങ്ങി നഗ്ന ഫോട്ടോ ആവശ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ് ജിൻഡോ എന്നാണ് സിജോ പറഞ്ഞത്. എല്ലാ തെളിവുകളോടെയുമാണ് ഞാൻ സംസാരിക്കുന്നതെന്നും സിജോ പറഞ്ഞു. ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം അവന്റെ സൃഷ്ടിയിൽ മെനഞ്ഞെടുത്ത കഥകളാണ്. ആലപ്പുഴക്കാർ എന്നെ കെട്ടിയിടാൻ പോയതാണെന്ന് ജിൻഡോ പറയുന്നത് ഞാൻ കേട്ടു. ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നതിന് കൃത്യമായ തെളിവ് ജിൻഡോ കാണിക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു. ബാച്ചിലർ പാർട്ടിക്ക് ഞാൻ ക്ഷണിച്ചതിന്റെ തെളിവും നീ കാണിക്കണം എന്നും സിജോ വെല്ലുവിളിച്ചു. മാത്രമല്ല, തിരുവനന്തപുരത്ത് വെച്ച് ഒരു പെണ്ണിനൊപ്പം ജിൻഡോയെ പിടികൂടിയിട്ടുണ്ടെന്നും സിജോ പറഞ്ഞിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ആളുകൾ ജിൻഡോയുടെ കരണം അടിച്ചു പുകച്ചിട്ടുണ്ടെന്നും സിജോ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ കാരണം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾ എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സിനിമയിൽ അവസരം വാങ്ങിത്തരാം, പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, മേക്ക് ഓവർ ചെയ്തു തരാം, നഗ്ന ഫോട്ടോ അയക്കൂ എന്നിങ്ങനെ എല്ലാം പറഞ്ഞാണ് ജിൻഡോ സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചതെന്നും സിജോ പറയുന്നുണ്ട്. സ്ഥിരം പരിപാടിയാണ്, നോർമൽ ഫ്ലേട്ടിംഗ് അല്ല, കല്യാണത്തിന് മാത്രമേ ഞാൻ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ. അതെല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ജിൻഡോയെയും വിളിച്ചു എന്ന് മാത്രമാണ്. ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് നിരവധി ഇവന്റ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലേക്കും ജിൻഡോയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അതിന് കാരണം ജിൻഡോയെ ആർക്കും താല്പര്യമില്ല. ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ. പൊതുവെ വിന്നർക്കൊപ്പം പോകാനും പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും താല്പര്യം കാണും. പക്ഷേ ജിൻഡോയ്ക്കൊപ്പം ആരും പോകാറില്ല. അത് സ്വഭാവം കാരണമാണ്. ജിൻഡോയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിന് ശേഷം ടോപ്പ് 5-ൽ വന്ന മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തി ഒരു ഇവന്റ് ദുബായിൽ നടത്തിയിരുന്നു. സിബിനും മറ്റു മത്സരാർത്ഥികളും ജിൻഡോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എല്ലാവരും പബ്ബിൽ പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മോഡലായ പെൺകുട്ടിയെ ജിൻഡോ പിടിച്ചു. ജിൻഡോയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് അന്ന് മനസ്സിലായി. ജിൻഡോയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അമേരിക്കക്കാരി പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയത് സ്ത്രീ വിഷയത്തിൽ ജിൻഡോ ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞിട്ടാണെന്നും സിജോ ആരോപിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7-ൽ പങ്കെടുക്കാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ച് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഗ്രൂം ചെയ്ത് തരാം, കൊച്ചിയിലേക്ക് വായെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കം തൻ്റെ കയ്യിലുണ്ടെന്നും സിജോ വെളിപ്പെടുത്തുന്നുണ്ട്. പല പെൺകുട്ടികളോടും നമ്പർ ചോദിച്ചു. ഏഷ്യാനെറ്റ് സീരിയൽ അവാർഡ്സിൽ പെർഫോം ചെയ്യാൻ പോയപ്പോൾ റിഹേഴ്സൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെയും നമ്പർ ജിൻഡോ ചോദിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഗ്രൂം ചെയ്ത് തരാമെന്നും പറഞ്ഞു. ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയോടും ജിൻഡോ മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ പെൺകുട്ടി അത് ഉടനെ തുറന്നു പറയുമെന്നും സിജോ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത്. എന്നാൽ ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങളിൽ പ്രതികരിച്ച് ജിൻഡോ വീണ്ടും രംഗത്തെത്തിയതും വൈറലായി. തനിക്കെതിരെ പ്രചരിക്കുന്ന അപവാദങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ജിൻഡോ ആവർത്തിച്ചു പറയുന്നു. ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളോട് താൻ ഇനി പ്രതികരിക്കില്ലെന്നും അത് ഭയം കൊണ്ടല്ലെന്നും മറിച്ച് അന്തസ്സ്, സാഹോദര്യം, ഉത്തരവാദിത്വം എന്നിവ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിലാണെന്നും ജിൻഡോ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ജിൻഡോ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അത് വലിയൊരു കുറിപ്പായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ ജിൻഡോ പങ്കുവച്ചത്. സമീപ ദിവസങ്ങളിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന കിംവദന്തികളുടെയും കെട്ടിച്ചമച്ച കഥകളുടെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെയും ഒരു തരംഗം തന്നെ ഞാൻ കണ്ടിരുന്നു. ഈ വിവരങ്ങളിൽ പലതും സത്യത്തിൽ നിന്ന് അവരെ അകലെയുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെടാൻ എനിക്ക് ആഗ്രഹമോ ഉദ്ദേശമോ ഇല്ല.
അതൊരിക്കലും എൻ്റെ പാതയായിരുന്നില്ല. വെറുപ്പ് മൂലം ഉണ്ടാകുന്ന വാദങ്ങളിൽ നിന്നും വ്യക്തിപരമായ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ എപ്പോഴും അകന്നു നിൽക്കാറുണ്ട്. പ്രകോപനങ്ങൾക്ക് മുന്നിൽ നിശബ്ദത എൻ്റെ നിശബ്ദ കൂട്ടാളിയായിരുന്നു. എന്നിട്ടും ഇന്ന് ഞാനിത് എഴുതുന്നത് കോപത്തോടെയല്ല, മറിച്ച് ആശങ്ക കൊണ്ടാണ്. ബിഗ് ബോസ് സീസൺ 6 എന്നെ പിന്തുണച്ച അഭ്യുതകാംക്ഷികൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ എന്നിവർക്ക് ഈ പെട്ടെന്നുള്ള വെറുപ്പിന്റെയും തെറ്റിദ്ധാരണയുടെയും തരംഗം കാണുമ്പോൾ ആശയക്കുഴപ്പമോ വേദനയോ അനുഭവപ്പെടാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു എളിയ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. ദാരിദ്ര്യത്തിലാണ് ഞാൻ വളർന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ എടുത്ത ഓരോ ചെറിയ ചുവടും എൻ്റെ സ്വന്തം വിയർപ്പിലും പരിശ്രമത്തിലും അധിഷ്ഠിതമാണ്. ബിഗ് ബോസ് ഷോയിൽ വിജയിച്ച ശേഷവും സൈബർ ബുള്ളിങ്ങിന് നിരവധി തവണ വിധേയനായി. ചിലപ്പോഴൊക്കെ എനിക്ക് പിടി നഷ്ടപ്പെട്ടു. എല്ലായ്പ്പോഴും എന്നെ പിന്നോട്ട് വലിച്ചത് എൻ്റെ അമ്മയാണ്. അവരുടെ വാക്കുകൾ എപ്പോഴും പ്രതിധ്വനിച്ചു. ഒരിക്കലും കോപത്തോടെ പ്രതികരിക്കരുത്, ഏറ്റവും കഠിനമായ വിമർശനങ്ങൾ പോലും സ്വീകരിക്കുക, സത്യസന്ധതയോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് അമ്മ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ സോഷ്യൽ മീഡിയ, ഫോൺ കോളുകൾ, ഏകോപിത പ്രചാരണം എന്നിവയിലൂടെ ആക്രമണങ്ങൾ രൂക്ഷമായി കൊടുങ്കാറ്റ് കടന്നു പോകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിശബ്ദത പാലിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കൂടെ നിന്നവർ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, എൻ്റെ കുടുംബം തീയിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതുമൂലം പരിക്കേൽക്കുമ്പോൾ സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സമാധാനം, പ്രൊഫഷണലായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള പ്രതിബദ്ധതകൾ എന്നിവയിൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വാദങ്ങൾ ജയിക്കാനോ ആരെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാനോ ഞാനില്ല. ഈ ആക്രമണങ്ങളോട് ഞാൻ ഇനി പ്രതികരിക്കില്ല, ഭയം കൊണ്ടല്ല, മറിച്ച് അന്തസ്സ്, സാഹോദര്യം, ഉത്തരവാദിത്വം എന്നിവ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയുടെ ഒരു അടിസ്ഥാനത്തിലാണ്. ഒരു മികച്ച മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സംയമനത്തോടെയാണ് ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നെല്ലാമാണ് ജിൻഡോ കുറിച്ചത്. ജിൻഡോയുടെ പ്രതികരണം രേണു സുധിയും സ്വന്തം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഇപ്പോൾ രേണു സുധിയും ജിൻഡോയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെ ദിനം പ്രതി ഓരോ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം സായി വന്നു, പിന്നെ സിജോ വന്നു, പിന്നെ ജിൻഡോ വന്നു. വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് കാരണം തെളിവുകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ അവരാരും തന്നെ തെളിവുകൾ മുന്നോട്ട് കാണിച്ചിട്ടില്ല. എന്തായാലും ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്, സത്യം എന്താണ് എന്നൊക്കെ വരുന്ന നാളുകളിൽ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇനി മുന്നോട്ട് വരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.